നമസ്കാരം. മല്ലൂസ് ബില്ലൂസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. മലേഷ്യൻ സീരീസിലെ 8ാമത്തെ വീഡിയോ ആണിത്. ഇന്നത്തെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം എന്നൊരിക്കലും ഞാൻ പറയില്ല. കാര്യം എനിക്ക് 100% ഷുവറാണ് നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണും. അത്രയ്ക്ക് അടിപൊളി കിലോസ്കി സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. മലേഷ്യ ക്വാലലംപൂരിലെ ബുക്കിറ്റ് ബിൻടാങ്ങിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. യുവാക്കൾക്ക് ഏറ്റവും ഹരമായിട്ടുള്ള ഒരു സ്പോട്ടായിരിക്കും ഇത്. മലേഷ്യയിലെ നൈറ്റ് ലൈഫ് എന്തെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ തന്നെ വരണം. നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ബുക്കിറ്റ് ബിൻടാങ് സ്ട്രീറ്റിൻ്റെ സവിശേഷത എന്നുള്ളത് മൊത്തം ഇവിടെ ബാറ്, മസാജ് പാർലേഴ്സ്, ഡിസ്കോ ബാറ്, DJ സെറ്റപ്പുകൾ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ. വേറെ ഒന്നുമില്ല. അതായത് നൈറ്റ് ലൈഫ് ആഘോഷിക്കാനായിട്ട് മാത്രം പിന്നെ ഉള്ളൊരു ഏരിയയാണ് ഈ ബുക്കിറ്റ് ബിൻടാങ് എന്നുള്ളത്. കയ്യിൽ ബ്രൗഷറൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന ചെക്കന്മാർ അത് നമ്മളെ ആകർഷിപ്പിച്ച് മസാജ് പാർലോട്ട് കൊണ്ടുപോകാനായിട്ടാണ് അവർ നിൽക്കുന്നത്. ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന പല സ്ത്രീകളെ കാണാൻ പറ്റും. അവരുടെ ഉദ്ദേശം എന്ന് പറയുമ്പോഴത്തേക്കും ദുരുദ്ദേശമാണ്. കുൽസിത പ്രവർത്തനങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് അവരെ ബന്ധപ്പെടാനായിട്ടാണ് അവരോട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ഒറ്റയ്ക്കാണ് പോകുന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് നമ്മളെ വിളിക്കും. ഞാൻ പറഞ്ഞ യുവാക്കളുടെ കാര്യമാണ്. അവരുടെ റേറ്റ് നമ്മളോട് പറയും. നമുക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബാർഗെയിൻ ചെയ്യാം. രണ്ടുപേരുടെയും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകും. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. ഇപ്പോൾ ഞാൻ ഫാമിലി ആയിട്ട് പോകുന്നതുകൊണ്ടും പിന്നെ ക്യാമറ ഓണാക്കി പോകുന്നതുകൊണ്ടാണ് എന്നാരും ഇപ്പോൾ അപ്രോച്ച് ചെയ്യാത്തത്. ഇപ്പോൾ രണ്ടുമല്ല, ഞാൻ ഒറ്റയ്ക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെയും അവർ അപ്രോച്ച് ചെയ്യുമായിരുന്നു. ആക്ച്വലി ഇതിപ്പോൾ സമയം ഇരുട്ടിയിട്ടില്ല. ഇപ്പോൾ ഇത് ഓപ്പണായി വരുന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കുമാണ് ഈ സ്ട്രീറ്റ് ലൈവായി തുടങ്ങുന്നത്. നമ്മൾ കുറച്ച് നേരത്തെ വന്നത് നല്ല വീഡിയോസ് എടുക്കാനായിട്ടാണ്. ഇപ്പോൾ നമുക്ക് ഡേ ടൈമിൽ വീഡിയോയും പിന്നെ നൈറ്റ് വ്യൂവും രണ്ടും നമുക്ക് വേണം. അപ്പോൾ എന്തായാലും നൈറ്റ് വ്യൂവും ഇവിടുത്തെ ഈ നൈറ്റ് ലൈഫ് എല്ലാം അടിച്ച് പൊളിച്ച് കണ്ടിട്ടേ ഉള്ളൂ നമ്മൾ തിരിച്ചു പോകുന്ന കാര്യമുള്ളൂ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട ജലാൻ അലോർ ഫുഡ് സ്ട്രീറ്റിലെ ഏകദേശം അതിനടുത്തായിട്ടൊക്കെയാണ് ഈ ബുക്കിറ്റ് ബിൻടാങ് ഉള്ളത്. ഈ രണ്ട് സ്ട്രീറ്റുകൾ തമ്മിൽ ഒത്തിരിയേറെ സാമ്യതകളുണ്ട്. ഒരേ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ജലാൻ അലോർ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 1 കിലോമീറ്റർ നീളത്തിലുള്ള ഒരു റോഡിൻ്റെ ഇരുവശങ്ങളായിട്ടുള്ള മലേഷ്യൻ ലോക്കൽ ഫുഡ്സ്, തായ്ലാൻഡ്, നേരത്തെ പറഞ്ഞ പോലെ സിംഗപ്പൂർ, മറ്റ് വിവിധ രാജ്യങ്ങളിലെ അവരുടെ ട്രഡീഷണൽ ഫുഡുകൾ കാര്യങ്ങളൊക്കെയുള്ള റെസ്റ്റോറൻറ്റുകൾ, പിന്നെ വഴിയോടെ കച്ചവടക്കാർ, പിന്നെ ചെറിയ ചെറിയ ഷോപ്പുകൾ, ടെൻറ്റ്, ഇങ്ങനെയുള്ള സെറ്റപ്പുകൾ, മൊത്തം ഫുഡിൻ്റെ മാത്രം ഒരു ഏരിയയാണ്. പക്ഷെ അതിന് നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ബുക്കിറ്റ് ബിൻടാങ് എന്നുള്ളത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ മസാജ് പാർലേഴ്സ്, ഡിസ്കോ ബാറ്, ബിസ്ട്രോ, ഇങ്ങനെയുള്ള സെറ്റപ്പുകളൊക്കെ മാത്രമുള്ള ഒരു ഏരിയ. ഇതാണ് വ്യത്യാസം. ഇവിടെയും സെയിം അവിടെ മാതിരി തന്നെയാണ്. ഏകദേശം 1 കിലോമീറ്ററോളം നീണ്ടുകിടക്കുന്ന റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ടാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ബുക്കിറ്റ് ബിൻടാങ് സ്ട്രീറ്റ് ആയിരിക്കില്ല കുറച്ചുകൂടി ഇരുട്ടി കഴിയുമ്പോഴത്തേക്കും. അപ്പോഴാണ് ഈ സ്ട്രീറ്റിൻ്റെ ശരിക്കുള്ള ബ്യൂട്ടി പുറത്ത് വരുന്നത്. ഇവിടെ മൊത്തം വിവിധ കളറിലുള്ള ലൈറ്റ്സുകൾ കാര്യങ്ങളൊക്കെ എല്ലാം ഓണാവും. ആ സമയത്ത് മ്യൂസിക് കാര്യങ്ങളെല്ലാം ഓണായി കഴിയുമ്പോഴത്തേക്കും അപ്പോഴാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ നൈറ്റ് ലൈഫിൻ്റെ പേര് കേട്ട ഈ ഒരു സ്ഥലത്തിൻ്റെ ശരിക്കുള്ള റിയൽ ഫേസ് നമ്മൾ കാണുന്നത്. ഇവിടെ ഒത്തിരി മലയാളി ഫാമിലീസിനൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ മലയാളി ഇല്ലാത്ത സ്ഥലമുണ്ടോ അല്ലേ? ഇവിടുത്തെ ബാറുകൾ, പബ്ബുകൾ, ഇതിൻ്റെയൊക്കെ ആംബിയൻസ് ഒരു രക്ഷയില്ല. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇതിൽ വെറുതെ നടന്നു പോയി കഴിഞ്ഞാലും ജസ്റ്റ് ഒന്ന് അകത്ത് കയറാനുള്ള ഫീലൊക്കെ വരും. അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിരിക്കും ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ എന്നാണ് എൻ്റെ ഒരു നിഗമനം. എൻ്റെ പോലെ എന്താ ആംബിയൻസ് ഈ ബാറിൻ്റെ! എന്താ രണ്ടും കൽപ്പിച്ച് കയറാൻ പോവാണ്. നമുക്ക് എന്തായാലും കൂടുതൽ കഴിക്കേണ്ട, ഒരു ബീർ കഴിച്ചു നോക്കാം. ഗ്രേവി ബേബി എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ കയറിന് 2 അഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്നെന്നുള്ളത് കുറേ നേരമായിട്ട് നടക്കുകയാണല്ലോ, അപ്പോൾ ആ ഒരു ക്ഷീണം ഒന്ന് മാറ്റാം, നമുക്ക് കുറച്ചുകൂടെ ഇരിക്കാം. പിന്നെ അത് റിലാക്സേഷൻ കിട്ടുന്നൊരു സ്പേസാണ്. രണ്ടാമത്തേത് പിന്നെ ഇവിടെ കുറച്ച് ഞാൻ പറഞ്ഞ പോലെ ഓണായി വരുന്നേ ഉള്ളൂ ഈ പിന്നെ നൈറ്റ് ലൈഫ് എന്നുള്ളത്. അപ്പോൾ എന്തായാലും കുറച്ചുകൂടി ഇരുട്ടി കഴിയുമ്പോഴത്തേക്കുള്ള ഇവിടുത്തെ ആംബിയൻസ്, ഇവിടുത്തെ കാഴ്ചകൾ എല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമ്മൾ പോവുള്ളൂ. അപ്പം എന്തായാലും കുറച്ച് നേരം ഇവിടെ റിലാക്സ് ചെയ്യാം.
ഇവിടെ അത്യാവശ്യം വേൾഡ് ഫേമസ് ആയിട്ടുള്ള എല്ലാ ബ്രാൻഡ്സും അവൈലബിൾ ആണ്. വിസ്കി, ബ്രാൻഡി, റമ്മ്. എന്തായാലും നമ്മൾ മലേഷ്യ വന്നതല്ലേ, മലേഷ്യ വന്നിട്ട് മലേഷ്യയുടെ ഒരു ബിയർ അടിച്ചില്ല എന്നുള്ളൊരു പരാതി വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഒരു ബിയർ കഴിച്ചിട്ട് നമുക്ക് പിന്നെ അടുത്ത പരിപാടിയിലോട്ട് പോകാം. ഫ്രണ്ട്സുമായിട്ടൊക്കെ ഈ ബുക്കിറ്റ് ബിറ്റാങ്ങിൽ വരുന്നവർ ഈ ബാറിൽ ഒന്ന് ജസ്റ്റ് കയറുക. നല്ല കിടുക്കാച്ച ആംബിയൻസാണ്. ഗ്രേവി ബേബി എന്നാണ് പേര്. അതിനിടയ്ക്ക് നമ്മുടെ ലൂക്കയും നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട് ഈ ബുക്കിറ്റ് ബിൻടാങ്. അങ്ങനെ നമ്മൾ ഗ്രേവി ബേബിയിൽ നിന്ന് ഇറങ്ങി. അവിടെ ഇരുന്നപ്പോൾ സമയം പോയി അറിഞ്ഞില്ല. പുറത്തിറങ്ങിയപ്പോൾ നല്ല ഇരുട്ടായിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ നേരത്തെ കണ്ട ബുക്കിറ്റ് ബിൻടാങ് അല്ല, ഇപ്പോൾ മൊത്തത്തിലൊക്കെ മാറി, കളറൊക്കെ മാറിയിട്ടുണ്ട്. കോൾഗേൾസിൻ്റെ നല്ലൊരു ശേഖരം തന്നെ ഇവിടെയുണ്ട്. ഇതിൽ നടന്നു പോകുന്ന യുവാക്കൾ ഈ കോൾഗേൾസ് പ്രലോഭിപ്പിച്ച് അവരോട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. ചെറിയ പേടിയും തോന്നുന്നുണ്ട്. കാര്യം തന്നെ ക്യാമറ ആരെങ്കിലും പിടിച്ച് വലിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പോലും ഓടി എടുക്കാൻ പോലും ഒരു പറ്റാത്തൊരവസ്ഥയാണ്. കൂടെ വൈഫും ഉണ്ട്, കുഞ്ഞുമുണ്ട്. ആക്ച്വലി ഒത്തിരി വൾഗേഴ്സായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ല കിടക്കാച്ച വീഡിയോസൊക്കെ വരാൻ കിടക്കുന്നേ ഉള്ളൂ. എന്നാൽ ശരി, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.